വിഷ്ണുമായ സ്വാമിയെക്കുറിച്ചുള്ള വിവരങ്ങൾ താഴെ നൽകുന്നു. വിഷ്ണുമായ സ്വാമിയുടെ ഉത്ഭവം. പരമശിവനും പാർവതിദേവിക്കും ജനിച്ച ദിവ്യപുത്രനാണ് വിഷ്ണുമായ സ്വാമി എന്നാണ് ഐതിഹ്യം. പരമശിവന് തന്റെ പരമഭക്തയായ കൂളിവക എന്ന കാട്ടുജാതിക്കാരിയോട് താൽപര്യം ജനിച്ചു. ഇതറിഞ്ഞ പാർവതിദേവി തന്റെ ഭക്തയെ സംരക്ഷിക്കുന്നതിനായി കൂളിവകയുടെ രൂപത്തിൽ ശിവന്റെ മുന്നിലെത്തുകയും അവർക്ക് ജനിച്ച ദിവ്യതേജസ്സുള്ള കുഞ്ഞാണ് വിഷ്ണുമായ എന്നുമാണ് പുരാണം പറയുന്നത്. പിന്നീട് ജനിച്ച കുഞ്ഞിനെ പാർവതിദേവി തന്നെ കൂളിവകയെ ഏൽപ്പിക്കുകയും കാട്ടുജാതിക്കാരുടെ ഇടയിൽ വളർന്ന് പിന്നീട് കൈലാസത്തിലേക്ക് പോവുകയും ചെയ്തു എന്നാണ് വിശ്വാസം. ദേവന്റെ ശക്തിയും സവിശേഷതകളും. ക്ഷിപ്രപ്രസാദിയാണ്, പെട്ടെന്ന് അനുഗ്രഹം നൽകുന്നവൻ. വിഷ്ണുമായ സ്വാമി അങ്ങേയറ്റം കരുത്തുറ്റ ഒരു ദേവചൈതന്യമാണിത്. ദോഷങ്ങൾ മാറ്റാനും ശത്രുദോഷം, ദൃഷ്ടിദോഷം, കൂടോത്രം, ദുർമന്ത്രവാദം എന്നിവയിൽ നിന്ന് ഭക്തരെ സംരക്ഷിക്കാനും സ്വാമിക്ക് അപാരമായ ശക്തിയുണ്ട്. തടസ്സങ്ങൾ മാറി കാര്യവിജയം നേടാനും കുടുംബത്തിൽ ഐശ്വര്യം വരാനും ഭക്തർ വിഷ്ണുമായ സ്വാമിയെ ഭജിക്കുന്നു. മന്ത്രവും ജപിക്കേണ്ട രീതിയും. സാധാരണ ഭക്തർക്ക് വീട്ടിൽ വെച്ച് ജപിക്കാൻ ഏറ്റവും ഉത്തമവും ലളിതവുമായ മന്ത്രം ഇതാണ്: ഓം ശ്രീ വിഷ്ണുമായ സ്വാമിനേ നമ. ജപിക്കേണ്ട രീതി. ശുദ്ധി. ശരീരശുദ്ധിയും മനഃശുദ്ധിയും വളരെ പ്രധാനമാണ്. കുളിച്ച് ശുദ്ധമായ വസ്ത്രങ്ങൾ ധരിച്ചതിനു ശേഷം മാത്രം ജപിക്കാനിരിക്കുക. സമയം. അതിരാവിലെയോ സന്ധ്യാസമയത്തോ പ്രാർത്ഥിക്കുന്നത് കൂടുതൽ ഫലം നൽകും. വിളക്കും ദർശനവും. നിലവിളക്ക് കൊളുത്തിവെച്ച് കിഴക്കോട്ട് ദർശനമായി ഇരുന്ന് ജപിക്കുന്നത് ഉത്തമമാണ്. വഴിപാടുകൾ. ചുവന്ന പൂക്കൾ, പ്രത്യേകിച്ച് തെച്ചി, ചെത്തി, കദളിപ്പഴം, കൽക്കണ്ടം എന്നിവ സ്വാമിക്ക് പ്രിയപ്പെട്ടതാണ്. കൂടുതൽ ശക്തിയുള്ള ബീജാക്ഷരങ്ങളടങ്ങിയ മൂലമന്ത്രങ്ങൾ ജപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊരു ഉപാസകനിൽ നിന്നോ ഗുരുവിൽ നിന്നോ ഉപദേശമായി സ്വീകരിക്കുന്നതാണ് ഏറ്റവും ഉചിതം. പേടിക്കേണ്ട കാര്യമുണ്ടോ? തീർച്ചയായും ഇല്ല. ശുദ്ധമായ മനസ്സോടെയും പൂർണ്ണഭക്തിയോടെയും പ്രാർത്ഥിക്കുന്നവരെ ഒരു കാരണവശാലും വിഷ്ണുമായ സ്വാമി ഉപദ്രവിക്കില്ല. ഭക്തരെ ഏതു പ്രതിസന്ധിയിലും കാത്തുരക്ഷിക്കുന്ന സ്നേഹമയ്യായ ദേവനാണ് സ്വാമി. എന്നാൽ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 1. ശുദ്ധി. വിഷ്ണുമായ ഒരു ഉഗ്രമൂർത്തി, ഫിയേഴ്സ് ഡെയിറ്റി കൂടിയായതിനാൽ ചിട്ടകളും ശുദ്ധിയും കൃത്യമായി പാലിക്കണം. 2. നേർച്ചകൾ. സ്വാമിക്ക് എന്തെങ്കിലും നേർച്ചകളോ വഴിപാടുകളോ നേർന്നാൽ അത് മറക്കാതെ കൃത്യമായി നിറവേറ്റണം. 3. സദുദ്ദേശം. മറ്റുള്ളവർക്ക് ദോഷം വരണമേ എന്ന് കരുതിയോ മോശമായ ഉദ്ദേശങ്ങളോടെയോ ഒരിക്കലും പ്രാർത്ഥിക്കരുത്. 4. തെറ്റിദ്ധാരണ. ദുർമന്ത്രവാദവുമായി ബന്ധപ്പെടുത്തി ചിലർ വിഷ്ണുമായ സ്വാമിയെ തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ അത്തരം നെഗറ്റീവ് ഊർജ്ജങ്ങളെയും ദോഷങ്ങളെയും ഇല്ലാതാക്കുന്ന രക്ഷകനാണ് സ്വാമി. ജനറൽ. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്തു കൊടുക്കുക.